ഹായ് കൂട്ടുകാരെ, മേപ്പള്ളി ഫൻ വെള്ളക്കരടിയിലേക്ക് സ്വാഗതം. കാനഡയിലെ ബേർഡ് സഫാരിയുടെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നത്. സമയം 1:30. 2 മണിക്ക് തത്ത, പരുന്ത് ഇവയുടെ സ്പെഷ്യൽ ഷോയുണ്ട്. പോകുന്ന വഴിയിൽ കണ്ട കാഴ്ച കാണാം. അതാ ഒരു തടാകത്തിൽ അമേരിക്കൻ ഫ്ലെമിംഗ് നിൽക്കുന്നു. ആ പക്ഷിയുടെ പ്രത്യേകത അതിന്റെ തല എപ്പോഴും താഴോട്ടിരിക്കും. തല ഉയർത്തി കാണിക്കണമെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ 2 എണ്ണം തല ഉയർത്തി ഫോട്ടോ എടുത്തോളൂ എന്ന മട്ടിൽ നിന്ന് തന്നു. അപൂർവ കാഴ്ചയാണിത്. ആ കാഴ്ച കണ്ടപ്പോൾ അവിടെ നിന്ന് എല്ലാവരും വണ്ടർഫുൾ വണ്ടർഫുൾ സീൻ എന്നും പറഞ്ഞ് ഓടി വന്ന് നോക്കുന്നുണ്ടായിരുന്നു. കുറച്ച് മുൻപോട്ട് പോയപ്പോൾ കൂട്ടിനകത്ത് നമ്മളുടെ കാക്ക കിടക്കുന്നു. പാവത്തിനെ പിടിച്ച് കൂട്ടിലിട്ടിരിക്കുന്നു. ക്രാ ക്രാ എന്നും പറഞ്ഞുകൊണ്ട് കിടപ്പുണ്ട്. നമ്മുടെ നാട്ടിൽ ആരെയും കൂസാതെ നടന്ന കാക്കയാണ് ഇപ്പോൾ കൂട്ടിക്കിടക്കുന്നത്. അതാ 2 പാരറ്റുകൾ. പച്ച നിറമാണോ നീല നിറമാണോ എന്ന് പറയാൻ കഴിയുന്നില്ല. അവ വിശ്രമിക്കുകയാണെന്ന് തോന്നുന്നു. അതിലെ വൈറ്റ് തത്ത ഗൗരവത്തിൽ എന്തോ പറയാൻ ശ്രമിക്കുന്നു. വഴിയിൽ വൈൽഡ് ബേർഡ്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തൊരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അതൊക്കെ വായിച്ചു നോക്കി മുൻപോട്ട് പോയി. 2 മണിക്ക് തത്ത ഷോയാണ്. നമ്മൾ സർക്കസ് കാണാൻ പോകുന്ന ഒരു പ്രതീതി. ഓപ്പൺ സ്റ്റേഡിയമാണ്. ആദ്യം കോച്ചിങ് കൊടുക്കുന്നവർ വന്ന് ഒരു എക്സ്പ്ലനേഷൻ തന്നു. പിന്നെ പേര് വിളിച്ചപ്പോൾ പലതരം തത്തകൾ പറഞ്ഞെത്തി. അവർ പറയുന്നത് പോലെ ഷോ കാണിച്ച് തിരിച്ചു പോകുന്നു. ഇന്ന് ബർത്ത്ഡേ ഉള്ളവർ ആരൊക്കെയാണെന്ന് ചോദിച്ച് കൈപൊക്കിച്ചു. ബർത്ത്ഡേ ഉള്ളവരെല്ലാം കൈപൊക്കി. അപ്പോൾ ഒരു തത്ത ബർത്ത്ഡേ വിഷ് എല്ലാവർക്കും പറഞ്ഞു. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. തത്തകളുടെ ഷോ കഴിഞ്ഞ് നേരെ പരുന്തിന്റെ ഷോ കാണാനുള്ള പോക്കാണ്. എല്ലാവരും വളരെ ആവേശത്തിലാണ്. പരുന്ത് ഷോ കണ്ടപ്പോഴത്തേനും എല്ലാവരും കൈയടിച്ച് ചിരിച്ച് പ്രോത്സാഹിപ്പിച്ചു. ആ സമയം അവർ കുട്ടികളെ വിളിച്ച് ഒരു മത്സര ഓട്ടം നടത്തി. കുട്ടികളുടെ വീഡിയോ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. പരുന്ത് ഷോ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ചില പരുന്തുകളെ കൂട്ടിലിട്ടിരിക്കുന്നത് കണ്ടു. അതിനകത്ത് പറക്കാൻ കഴിയാത്ത ഒരു പരുന്തുണ്ട്. അത് സ്നോയിൽ ജീവിക്കുന്ന പരുന്താണ്. അതിന് പറക്കാൻ അറിയത്തില്ല. പരുന്തുകളുടെ ഷോ കഴിഞ്ഞ് അടുത്തതായി ഇഴജന്തുക്കളുടെ ഒരു ഷോയും ഉണ്ടായിരുന്നു. അവിടെയും ഓപ്പൺ സ്റ്റേഡിയം ഉണ്ട്. ഇനാമ്പേച്ചിയും കൊണ്ട് ഒരാൾ വരുന്നു. അത് കാണാൻ ആളുകൾ കുറവായിരുന്നു. നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് ഇപ്പോൾ. ഇവിടെ സമ്മറല്ലേ. അതുകൊണ്ട് 2 ഷോ കണ്ട് ചൂടടിച്ച് വിഷമിച്ചെന്ന് തോന്നുന്നു. 3ാമത്തെ ഷോയ്ക്ക് അത് കുറവായിരുന്നു. കുറച്ചകലെയായി മൂങ്ങകൾ, പലതരം മൂങ്ങകൾ, പല
തരത്തിലും നിറത്തിലും ഇരിക്കുന്ന മൂങ്ങകൾ. എല്ലാത്തിനെയും നമുക്ക് അകത്ത് ഉള്ളിൽ, അവര് വലിയ കൂടാണ്, അതിനകത്ത് ഉള്ളിലായതുകൊണ്ട് നന്നായിട്ട് വീഡിയോ പിടിക്കാൻ സാധിക്കുന്നില്ല. പിന്നെ അവരതിനെപ്പറ്റി എഴുതി അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ പിടിച്ച് ഗ്രേറ്റ് ഗ്രേ അവൾ എന്നും പറഞ്ഞ് ഒരു വലിയ അവളിനെ കണ്ടു. ആ മൂങ്ങ മഞ്ഞിലൊക്കെ ജീവിക്കുന്നതാണ്. അതിന്റെ ചിറക് 1.4 മീറ്റർ ഉണ്ട് വിടർത്തിയാൽ. ഉപദ്രവമില്ലാത്ത മൃഗങ്ങളെയെല്ലാം അവർ ഓപ്പൺ ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ വേലിയുണ്ട്. ആമ, ആട്, അങ്ങനെ പലതരം മൃഗങ്ങളെ ഇട്ടിരിക്കുന്നത് കണ്ടു. എല്ലാ മൃഗങ്ങളും വിശ്രമത്തിലാണ്. ഉച്ച സമയമല്ലേ. കുറച്ചകലെയായി ആനയുണ്ട്, എലഫന്റ് എന്നും പറഞ്ഞ് എല്ലാവരും പോകുന്നു. എന്നാ അതിനെ കൂടെ കണ്ടിട്ട് പോരാവെന്ന് വെച്ചു. കുറച്ചു ദൂരം നടക്കാനുണ്ടായിരുന്നു. മടുത്താലും അവരെ കൂടി കണ്ടു. സമ്മറായതുകൊണ്ട് ചൂടാണ്. മണ്ണ് വാരി ദേഹത്തിടുന്നുണ്ട്. കുഞ്ഞുങ്ങളെ അവര് മറച്ചു പിടിക്കുന്നുണ്ട്. കുട്ടി ആനയെ മറച്ചു പിടിച്ചാണ് തള്ളയാനകളുടെ നിപ്പ്. നിങ്ങളാരും മൂന്നാട്ടിലൊക്കെയാണ് പിന്നെ ആന സവാരിയേലും ഉണ്ട്. ഇതൊന്നുമില്ല കേട്ടോ. ഇനി ബോട്ട് യാത്രയുണ്ട്, ട്രെയിൻ യാത്രയുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ഒരു വീഡിയോ അടുത്തതായി ഇടാം. താങ്ക് യു.